നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം SIT കണ്ടെത്തി. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുളിമാത്ത് വീട്ടിൽ നിന്നാണ് സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. 2 ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് തുടരുമെന്ന് തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരിൽ എത്തിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. ബംഗളൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ബെല്ലാരിയിൽ സ്വർണം വിൽപ്പന നടത്തിയ സ്ഥലം, ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയ ഹൈദരാബാദിലെ സ്ഥാപനം, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്നിവിടങ്ങളാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഈ മാസം 30-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് കിട്ടിയ സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഇത്തരത്തിൽ കൈമാറിയ സ്വർണം കണ്ടെത്താനാകുമോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ശ്രീകോവിൽ കട്ടിളപ്പാളികൾ സ്വർണം പൂശാൻ നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയിരുന്നു. ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്നുണ്ടാകും. ഈ മാസം 30-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് കിട്ടിയ സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഇത്തരത്തിൽ കൈമാറിയ സ്വർണം കണ്ടെത്താനാകുമോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ശ്രീകോവിൽ കട്ടിളപ്പാളികൾ സ്വർണം പൂശാൻ നേരത്തെ ഗോവർദ്ധൻ സ്വർണം നൽകിയിരുന്നു. ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും തുടരും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരുടെ സമ്പൂർണ്ണ വിവരവും തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡവും അറിയിക്കണമെന്ന നിർണായക നിർദ്ദേശം ഈ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സഹായികളിൽ വർഷങ്ങളായി തുടരുന്നവരുണ്ടോ, പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒക്ടോബർ 31-ന് അറിയിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരെക്കുറിച്ച് നിലവിൽ ബോർഡിന് വ്യക്തമായ ധാരണയില്ലെന്ന് ജസ്റ്റിസ് V. രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവരുൾപ്പെടെ ദേവസ്വം ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. മേൽശാന്തി നിയമ നടപടി സുതാര്യതയോടെ പൂർത്തിയാക്കിയതായി ദേവസ്വം അഭിഭാഷകൻ വ്യക്തമാക്കി. 20 സഹായികളെങ്കിലും ഉണ്ടാകുമെന്നും അതത് വർഷങ്ങളിലെ മേൽശാന്തിമാരാണ് ഇവരെ കണ്ടെത്തുന്നതെന്നും ബോർഡ് വിശദീകരിച്ചു. മേൽശാന്തിമാർക്ക് ഓണറേറിയമാണ് നൽകുന്നത്. ഇവരുടെ സഹായികൾ പ്രതിഫലം നൽകുന്നില്ലെന്നും വിശദീകരിച്ചിരിക്കുകയാണ്. ശാന്തിക്കാരുടെ സഹായികളായി വർഷങ്ങളായി തുടരുന്നവർ ശബരിമലയിലുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. പരിശോധിച്ച് അറിയിക്കാമെന്നായിരുന്നു ബോർഡിന്റെ മറുപടി. സഹായിമാർക്ക് ബോർഡിനോട് ഉത്തരവാദിത്തമുണ്ടോ, അല്ലെങ്കിൽ ബോർഡ് കുഴപ്പത്തിലാകില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അതേസമയം മുരാരി ബാബുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചനയുടെ ചുരുൾ നിവരുകയാണ്. സ്വർണ്ണപ്പാളികളെ വെറും ചെമ്പുപാളികളാക്കിയ മുരാരി ബാബുവിനെ സഹായിച്ച ഉന്നതരുടെ പങ്കിലേക്ക് എത്തുന്നതടക്കം നിർണായക വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് വിവരം. ചോദ്യം ചെയ്യലിന്റെ വ്യാഴാഴ്ച ഉച്ചയോടെ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് ഇഞ്ചയ്ക്കലെ ഓഫീസിലെത്തി അന്വേഷണം വിലയിരുത്തിയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ശബരിമലയിൽ സ്വർണത്തെ ചെമ്പാക്കാൻ ഇത്ര വലിയ അധികാരം നൽകിയ ഉന്നതരെ കുറിച്ചായിരുന്നു അന്വേഷണം. 2019-ൽ പാളികൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ ആദ്യത്തെ പേരുകാരനുമാണ് മുരാരി. സ്വർണ്ണപ്പാളി കേസ് കൂടാതെ പല തിരിമറികളിലും ആരോപണ വിധേയനാണ് സസ്പെൻഷനിലുള്ള മുരാരി ബാബു. എന്തായാലും മുരാരി ബാബു റിമാൻഡിലായിരിക്കുകയാണ്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലെ 2ാം പ്രതി കൂടിയായ 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മഹസറിൽ ചെമ്പെന്ന് മനഃപൂർവ്വം എഴുതിയതാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മുരാരിയെ റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇതുള്ളത്. ചോദ്യം ചെയ്യലിൽ മുരാരി ഇക്കാര്യം സമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1998-ൽ ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിരുന്ന വിവരം മുരാരിക്ക് അറിയാമായിരുന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കടത്താൻ മനഃപൂർവ്വം സഹായം നൽകിയെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തി 2 കിലോയോളം സ്വർണം തട്ടിയെടുക്കാൻ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മുരാരി ബാബുവിനെ അടുത്തിടെയാണ് ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം കോടതിയിലെത്തിയപ്പോൾ മുരാരി ബാബു ആരെയും നോക്കാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6:15 തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിലെത്തിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് ജഡ്ജിക്ക് മുന്നിൽ ഇയാളെ ഹാജരാക്കിയത്. എന്തായാലും 14 ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തു. നിലവിൽ സസ്പെൻഷനിലുള്ള ഇയാളെ പെരുന്നയിലെ വീട്ടിൽ നിന്ന്
പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് ഇയാളെ മാറ്റുക. മുരാരി ബാബുവാണ് സ്വർണ്ണപ്പാളിയിൽ ചെമ്പാണെന്ന് വ്യാജരേഖയുണ്ടാക്കിയ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി. സ്വർണം ചെമ്പാക്കി മാറ്റാൻ തുടക്കമിട്ടത് ഇയാളായിരുന്നു. 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥനാണ്. 2019 2024 സ്വർണ്ണപ്പാളികളിൽ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതും ഇദ്ദേഹമായിരുന്നു. സ്വർണം പൂശിയത് ചെമ്പെന്ന് തെളിഞ്ഞതിനാലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയതെന്നായിരുന്നു വിശദീകരണം മുരാരി ബാബുവിന്റെ. നിലവിൽ 2025 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിലവിലെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായതോടെ ഇത് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. 2025 സ്വർണം പൂശലിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ പരാമർശം റദ്ദാക്കുന്നതിനായി ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോർഡ് സഹായിച്ചിട്ടില്ലെന്നും നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി സ്വർണ്ണപൂശൽ നടപ്പാക്കിയതെന്നും രേഖാമൂലം ഹൈക്കോടതിയെ അറിയിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി മുരാരി ബാബു പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്ക് തടികൾ വാങ്ങിയതെന്നാണ് സൂചന. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്ക് തടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണ്. അവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു. വനം ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്ന് ഇത് നൽകുകയായിരുന്നു. തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്ന് ദേവസ്വം മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിലെ കട്ടിള മാറാനായി പാഴ്ത്തടിയാണ് എത്തിച്ചത്. ഉപദേശക സമിതി എതിർത്തതിനാൽ പണി നടത്തിയില്ല. പെരുന്നയിൽ 2 നിലകളുള്ള വലിയ വീട് 2019 ശേഷമാണ് പണിതത്. 1.5 വർഷം കൊണ്ട് പണി തീർത്തു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീടുപണിയും ഒരേ കാലയളവിലാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. വീടിന് മാത്രം ചെലവാക്കപ്പെട്ടിരിക്കുന്നത് 2 കോടിയോളം രൂപയെന്നാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നാണ് ബുധനാഴ്ച രാത്രി മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.